ശ്രീ ശങ്കുട്ടിദാസ്, ഇപ്പോഴും മുനമ്പത്തിന്റെ കാര്യത്തിൽ ആ വഖഫ് സംരക്ഷണ സമിതി അതേ നിലപാടുമായി നിൽക്കുകയാണ്. അത് വഖഫ് സ്വത്ത് തന്നെയാണ്. 610 കുടുംബങ്ങൾ അധിവസിക്കുന്ന ആ പ്രദേശം വഖഫ് ഭൂമി തന്നെയാണ് എന്ന് അടിവരയിട്ട് വ്യക്തമാക്കുകയാണ് ശ്രീ മുജീബ് ചെയ്യുന്നത്. നമുക്കറിയാം, പല കോടതികളെ, ഈ എറണാകുളം സബ് കോടതി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി വ്യക്തത വരുത്തിയിട്ടുള്ളൊരു വിഷയമാണ്. ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് അംഗീകരിക്കുന്ന ഒരു മനോഭാവം ഇപ്പോൾ പോലും, ഈ ഘട്ടത്തിൽ പോലും അവർക്ക് ഇല്ല എന്നതാണ് കരുതേണ്ടത്. നോക്കൂ, ആ കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ ചർച്ചയിലെ തന്നെ രണ്ട് നിലപാടുകൾ പരസ്പര വിരുദ്ധവും വളരെ കൗതുകകരവുമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ശരിക്കും പ്രതിഷേധിക്കേണ്ടത് ഫാറൂഖ് കോളേജിനെതിരെയാണ്. ഫാറൂഖ് കോളേജാണ് ഇതിൽ ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അവർ വ്യാജരേഖ നിർമ്മിച്ച് കള്ള ആധാരങ്ങൾ നിർമ്മിച്ചിട്ട് ഭൂമി ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു, ഞങ്ങളെ പറ്റിച്ചു എന്നാണ്. അപ്പോ ആ ട്രാൻസ്ഫർ തന്നെ ഇല്ലീഗലാണെന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതേ സമയത്ത് അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് ഇതിന്റെ എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്, വഖഫ് ഭൂമിയെ തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, സിദ്ദീഖ് സൈറ്റ് തന്നിട്ടുള്ള ഒറിജിനൽ ആധാരം ഞങ്ങളുടെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ആധാരം ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് അതൊന്നും എടുത്ത് വായിക്കാൻ ആവശ്യപ്പെടുകയാണ്. കാരണം അതില് വാചകങ്ങൾ എന്താണ് അതിന് പറയുന്നത്? എന്തെങ്കിലും കാരണവശാൽ ഈ ഭൂമി ഫാറൂഖ് കോളേജ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് എന്റെ അനന്തര തലമുറയിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ആധാരപ്രകാരം ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് വ്യക്തമാണ്. കാരണം വഖഫ് ക്യാൻ ഓൺലി ബി എ പെർമനന്റ് ഡെഡിക്കേഷൻ. നിങ്ങൾക്കൊരു ഭൂമി വഖഫായിട്ട് ദാനം ചെയ്യണമെങ്കിൽ അത് സ്ഥിരമായിട്ടും നിരന്തരമായിട്ടും മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചോണ്ടോ എന്തെങ്കിലും ഒരു ക്ലോസ് വെച്ചോണ്ടോ നിങ്ങൾ ഈ ഭൂമി ഒരു ഘട്ടത്തിൽ എനിക്ക് തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? കാരണം വഖഫിന്റെ നിർവചന പ്രകാരം തന്നെ വഖഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയസ് ഡെഡിക്കേഷൻ ഫോർ അള്ളയാണ്, ദൈവത്തിന് കൊടുക്കുന്ന സമർപ്പണമാണ്. ദൈവത്തിന് കൊടുക്കുന്ന സമർപ്പണം എന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ? എന്നാൽ ഇവിടെ ഈ പറയുന്ന സിദ്ദിഖ് സൈറ്റിന്റെ ആധാരത്തിൽ പറയുന്നത് കണ്ടീഷണൽ ട്രാൻസ്ഫർ ആണ്. അതായത് എന്തെങ്കിലും ഫാറൂഖ് കോളേജിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നു, എന്നാൽ അങ്ങനെ ഫാറൂഖ് കോളേജ് അത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇതിന് ഞങ്ങൾക്ക് ഭാവിയിൽ ഒരു ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് പെർമനന്റ് ഡെഡിക്കേഷൻ അല്ല, വഖഫ് അല്ല എന്നുള്ളത് വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, ഈ സിദ്ദിഖ് സൈറ്റിൽ എന്താണ് ഭൂമിയുടെ നേരിട്ട് അധികാരം? സിദ്ദിഖ് സൈറ്റ് പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ള ഭൂമിയാണോ? സിദ്ദിഖ് സൈറ്റിന്റെ കാരണവരായിട്ടുള്ള ആൾക്ക് പറയുന്ന തിരുവിതാംകൂർ ദിവാൻ പാട്ടത്തിന് കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. ആ പാട്ടത്തിന്റെ കാലാവധി കഴിഞ്ഞു. അതിനുശേഷം ഈ പറയുന്ന രാജഭരണം കഴിഞ്ഞ സമയത്ത് ഇത് സർക്കാരിന്റെ ഭൂമിയായി മാറി. അങ്ങനെ സർക്കാരിന്റെ ഭൂമിയായി മാറിയിട്ടുള്ള ഭൂമി എങ്ങനെയാണ് പഴയ ഒരു പാട്ടക്കുടിയാൻ തന്റെ ആ പാട്ടാവകാശം എങ്ങനെയാണ് വഖഫ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അധികാരപ്പെടാത്ത ഭൂമി, നിങ്ങളുടെ സ്വന്തമല്ലാത്ത ഭൂമി നിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ തന്നെ സാധിക്കില്ല. പിന്നീട് ഇതിന്റെ മുകളിൽ ഉണ്ടായിട്ടുള്ള സിവിൽ കോടതി പ്രൊസീഡിങ്സിന് ശേഷം ഇതിലെ കക്ഷികൾ, ഫാറൂഖ് കോളേജാണല്ലോ ഇതിന്റെ കേസിൽ പോയത്. ഫാറൂഖ് കോളേജ് അവിടെയുള്ള അവിടെ താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹർജി കൊടുക്കുന്നു. ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് കോടതിയിൽ വിചാരണ നടന്നതിന് ശേഷം ഇവർ തമ്മിൽ സെറ്റിൽമെന്റ് ആയി. കോടതിക്ക് പുറത്തു വെച്ച് ഇവർ തമ്മിൽ സെറ്റിൽമെന്റ് ആയി. ആ സെറ്റിൽമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഇന്നത്തെ താമസക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഫാറൂഖ് കോളേജിന്റെ പവർ ഓഫ് അറ്റോർണിയുള്ള അഭിഭാഷകന് പൈസ കൊടുത്ത് ഈ ഭൂമി മേടിച്ചു. ഓരോരുത്തരും തങ്ങൾക്ക് കൈവശമുള്ള സെന്റിന് തക്കതായിട്ടുള്ള പ്രതിഫലം കൊടുത്ത് തങ്ങളുടെ പേരിൽ മേടിച്ചിട്ടുള്ള ഭൂമി, ആ ഭൂമിയാണ് ഇപ്പോ വഖഫ് ബോർഡ് പറയുന്നത് സിദ്ദിഖ് സൈറ്റിൽ 1950 ആധാരപ്രകാരം വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ധാർമ്മികമായിട്ടുള്ള അവകാശമാണ് നിങ്ങൾക്ക് ആ കാര്യത്തിലുള്ളത് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. രണ്ടാമത്തെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം, ഇദ്ദേഹം ഇപ്പോഴും പറയുന്നത് എന്താണ്, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരുദ്ധമായിട്ടുള്ള നിലപാടല്ല ഉള്ളത്, ഞങ്ങൾ പല സ്ഥലത്തും മുസ്ലിങ്ങളുടെ ഭൂമി ഞങ്ങൾ ഇതേപോലെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നാ. അതുകൊണ്ട് എങ്ങനെയാ അതൊരു പ്രശ്നമല്ലാതെയാവുന്നത്? ഞങ്ങൾ പറയുന്ന പ്രശ്നം എന്താണ്? ഒരു ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നമല്ല, ഇതൊരു മാനുഷിക പ്രശ്നമാണ്. ഏത് മനുഷ്യന്റെയും ഭൂമി ഒരു നിയമത്തിന്റെയും പരിധി ഇല്ലാതെ ഒരു സംവിധാനത്തിന് ഏകപക്ഷീയമായിട്ട് കൈവശപ്പെടുത്താനും അധിനിവേശം നടത്താനുള്ള അനിയന്ത്രിതവും ക്രമവിരുദ്ധവുമായ അധികാരം കൊടുക്കുന്ന ഒരു ഡ്രാക്കോണിയൻ നിയമമാണ് ഈ വഖഫ് നിയമം എന്നുള്ള പ്രശ്നം. ഇതിൽ പ്രൈമറി മുസ്ലിംസ് തന്നെയാണ്. അതായത് വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിൽ പെൻഡിങ് ആയിട്ടുള്ള 50,000-ഓളം കേസുകളിൽ 17,000-ലധികം കേസുകൾ ഫയൽ ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പ്രൈമറി കംപ്ലൈന്റ് ആയിട്ടുള്ള ആൾക്കാർ മുസ്ലിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളുടെ ഭൂമി കൂടി ഇത്തരത്തിൽ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എല്ലാവരുടെയും ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതിനുള്ള ഒരു ന്യായീകരണം അല്ലാതെ കൂടി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.